ഈസി ആയിട്ട് ഒരു നെക്ക് എങ്ങനെ ഡിസൈൻ ചെയ്തെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഈ മെറ്റീരിയൽ അടുത്തുള്ളൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതായിരുന്നു. കോട്ടൻ്റെ മെറ്റീരിയലാണ്, അത്യാവശ്യം തിക്നെസ്സൊക്കെ ഉള്ളൊരു മെറ്റീരിയലാണ്. അപ്പോൾ ആദ്യം തന്നെ ആ മെറ്റീരിയൽ ഞാൻ രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. അതിനുശേഷം നെക്ക് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. നെക്കിൻ്റെ വിഡ്ത്ത് വന്നിട്ട് 2.5 ഞാൻ അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മൾ മടക്കിയൊക്കെ എടുക്കുമ്പോൾ ഏകദേശം 3 വരും. പിന്നെ നെക്ക് ലെങ്ത് 7 അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. വീനെക്കാണ് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം അത് ജോയിൻ ചെയ്ത് ഒരു വീനെക്കാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം നമുക്ക് ഇതുപോലത്തെ മിറേഴ്സ്, ഇത് 10 രൂപയേ ഉള്ളൂ ഈ മിററിന്, വട്ടത്തിലുള്ള. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മിറേഴ്സ് ഇതുപോലെ പല സൈസിൽ കിട്ടും, വാങ്ങിക്കാം. അപ്പോൾ ഇതൊരു മീഡിയം സൈസ് മിററാണ്. അപ്പോൾ അത് ഞാൻ നെക്കിൻ്റെ ചുറ്റിനുമായിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഫസ്റ്റ് ലെയർ ഫുള്ള് അത് ഒട്ടിച്ചെടുത്തു. അപ്പം ഗ്ലൂ നിങ്ങൾക്ക് ഏത് വേണേലും ഫാബ്രിക് ഗ്ലൂ യൂസ് ചെയ്യാം. അതിനുശേഷം അത് ഒട്ടിച്ചതിന് ശേഷം അത് ഉണങ്ങിയതിന് ശേഷം നമ്മൾ റെഡ് കളർ എംബ്രോയ്ഡറി ത്രെഡ് എടുക്കുക. എന്നിട്ട് ഒരു 4 സ്റ്റാൻഡ്സിൽ അത് കോർത്തെടുത്തിട്ട് നമുക്ക് ആ മിററിന് ചുറ്റും ഒരു ബോർഡർ ലൈൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതെങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ആദ്യം ഒരു പോയിൻറ്റിൽ നമ്മൾ സൂചി കുത്തിയെടുക്കുക. അതിനുശേഷം കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ട് വീണ്ടും ഒരു പോയിൻറ്റിൽ സൂചി താഴേക്ക് ഇറക്കുക. ഇങ്ങനെയാണ് ഫസ്റ്റ് നമ്മൾ കുത്തിയെടുക്കേണ്ടത്. അത് കഴിഞ്ഞ് രണ്ടാമത് നമ്മൾ കുത്തിയെടുക്കുമ്പോൾ ആദ്യം കുത്തിയെടുത്ത പോയിൻറ്റിൻ്റെ തൊട്ട് താഴെയും പിന്നെ രണ്ടാമത് കുത്തിയതിൻ്റെ തൊട്ട് മുകളിലുമായിട്ട് വേണം കുത്തിയിറക്കാൻ. അപ്പോൾ നിങ്ങൾ വീഡിയോ നല്ല രീതിയിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഒരു രീതിയിൽ വേണം നമ്മൾ ഫുള്ള് ഇതിൻ്റെ ചുറ്റും ബോർഡർ ലൈൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. അത് ഏകദേശം ഒരു ഐഡിയ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ കൈ കൊണ്ട് ഇടയ്ക്ക് ആ ത്രെഡ് ഒന്ന് സൈഡിലേക്ക് ഒതുക്കി കൊടുക്കുക. ഇങ്ങോട്ട് മിറേഴ്സിലോട്ട് കയറി വരും. അപ്പോൾ ഇച്ചിരി ഒന്ന് കൈ കൊണ്ട് നമ്മൾ ഒതുക്കി കൊടുക്കുമ്പോൾ കറക്റ്റ് വട്ടത്തിൽ ബോർഡർ ലൈൻ പോലെ വരും ത്രെഡ്. അപ്പോൾ അങ്ങനെയാണ് ചെയ്ത് കൊടുക്കേണ്ടത്. അങ്ങനെ അത് ഫുള്ള് ഫസ്റ്റ് ലെയർ ഫുള്ള് ഞാൻ ഇതുപോലെ ബോർഡർ ലൈൻ റെഡ് കളർ ത്രെഡ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ലെയർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ സെക്കൻഡ് ലെയർ ഞാൻ ഇതുപോലെ തന്നെ മിറേഴ്സ് ഒട്ടിച്ച് കൊടുത്തിട്ട് സെക്കൻഡ് ലെയറും കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.